ചെയ്യാം. വെസ്റ്റേൺ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ഹുഡീസ്, ഓവർകോട്ട്, ഫ്രോക്സ്, അനാർക്കലീസ്, ജീൻസും ടോപ്പും സ്യൂട്ടും ട്രാക്ക് സ്യൂട്ടും 3/4 കട്ടപ്പന സീമാസിൽ വിലക്കുറവിൻ ആഘോഷം. അവധിക്കാലം കൊതിതീരും വരെ ഷോപ്പ് ചെയ്യാലോ. ലോകോത്തര ബ്രാൻഡുകൾ, പുതുപുത്തൻ കളക്ഷൻസ്, കട്ടപ്പന സീമാസിൽ സമമേളം. ഇനി നാട്ടിലെത്തിയാൽ ഷോപ്പിംഗ് ഈസിയാ. സീമ സിൽക്സ്, പുളിയന്മല റോഡ്, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ മഴ ശക്തം. ഗ്യാപ്പ് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. നിരോധന ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന ജില്ലാ ഭരണകൂടം. ജില്ലയിൽ 112 വീടുകൾ തകർന്നു. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തരമായി സർക്കാർ ധനസഹായം നൽകണമെന്ന CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ. ഏലം കർഷകരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാരും തയ്യാറാകണം. പരാതി നൽകിയിട്ടും കൂറ്റൻ ഈട്ടിമരം വെട്ടിമാറ്റിയില്ല. കാറ്റിൽ മരം വീണ് വീട് തകർന്നു. തകർന്നത് കാഞ്ചിയാർ സ്വരാജ് ഗോപുരം സിറിൽ തോമസിന്റെ വീട്. അപകടത്തിന് കാരണം അധികൃതരുടെ അവഗണനയെന്ന പരാതി. സർക്കാരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ്. ഇടുക്കി ജില്ലയെ സർക്കാർ പരിപൂർണമായി അവഗണിക്കുന്നുവെന്ന DCC വൈസ് പ്രസിഡന്റ് KS അരുൺ. ഇടുക്കി പാക്കേജ് എന്ത് ചെയ്തുവെന്നും KS അരുൺ. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ മഴ ശക്തം. അണക്കെട്ടുകളിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു. ഗ്യാപ്പ് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. വിനോദസഞ്ചാര മേഖലയിലെ നിരോധന ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന ജില്ലാ ഭരണകൂടം. ജില്ലയിൽ തകർന്ന 112 വീടുകൾ. വ്യാപക കൃഷിനാശവും. ജില്ലയിലെ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും എന്തെല്ലാമാണ്?
അശ്വതി, ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴ പെയ്തിരുന്നു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അല്പം ആശ്വാസം, കഠിനമായിട്ടുള്ള മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് മലയോര മേഖലയിലാകെ അല്പം മഴയ്ക്ക് ശമനമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ആശ്വാസമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളും ജാഗ്രതകളും തുടരുന്ന സാഹചര്യമാണുള്ളത്. കാരണം മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ഒരു സ്ഥിതി ഇപ്പോഴും ഇടുക്കിയിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് പൂർണ്ണമായ നിരോധനം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മലമുകളിൽ നിന്നും ഉറവച്ചാലുകളടക്കം രൂപപ്പെട്ട മലയിടിച്ചിലിനുള്ള സാധ്യത കണ്ടെത്തിയതോടുകൂടിയാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നത്. രാത്രി യാത്രാ നിരോധനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ 4 അണക്കെട്ടുകളും ഇപ്പോഴും തുറന്നിരിക്കുകയാണ്. അണക്കെട്ടുകളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ഇല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അതിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോഴും 4 അണക്കെട്ടുകൾ തുറന്നിരിക്കുന്നത്. മലങ്കര, പാമ്പള, കല്ലാർകുട്ടി, പൊന്മുടി അണക്കെട്ടുകളുടെ ഷട്ടറാണ് ഇപ്പോഴും തുറന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിശക്തമായ ഒരു മഴ തുടരുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതിയും ഈ അണക്കെട്ടുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള വീടുകൾ തകരുന്ന ഒരു സ്ഥിതിയാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ നശിച്ചിരിക്കുന്നത്. ഏതാണ്ട് 113 വീടുകൾ ഭാഗികമായും 9 വീടുകൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്ന കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു അപ്പുറത്താണ് കൃഷിനാശം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇടുക്കി, ഒപ്പം തന്നെ പീരുമേട്, ദേവികുളം, ഉടുമ്പൻചോല അടക്കമുള്ള താലൂക്കുകളിലായിട്ട് വാഴ, ഏലം അങ്ങനെ നിരവധിയായിട്ടുള്ള കൃഷിവിളകൾ പൂർണ്ണമായും നിലംപൊത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയൊരു നാശനഷ്ടം ഈ കാലവർഷ ആരംഭത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മഴ എങ്ങനെയാണ് മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 10ഓളം ക്യാമ്പുകൾ 3 താലൂക്കുകളിലായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. മൂന്നാറിലടക്കം മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന മേഖലകളിൽ നിന്നാണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം താലൂക്കുകളിലായിട്ടാണ് ഈ 10 ക്യാമ്പുകളും ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇത്തരം ഈ ഒരു സ്ഥിതിഗതികൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ നിലനിൽക്കുമ്പോൾ പോലും വലിയ ജാഗ്രതാ നിർദ്ദേശത്തോടു കൂടിയാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ പൂർണ്ണ തോതിലുള്ള നിയന്ത്രണം നിലനിൽക്കുകയാണ്. എല്ലാവിധ വിനോദ ഉപാധികളും നിർത്തിവെക്കുവാൻ വേണ്ടി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു. അതിനു പിന്നാലെ തന്നെ ജില്ലാ ഭരണകൂടം മറ്റൊരു ഉത്തരവ് കൂടി ഇറക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ നിയമങ്ങൾ ഇല്ലെങ്കിൽ ഉത്തരവുകൾ ലംഘിക്കപ്പെടുന്നത് കണ്ടെത്തിക്കഴിഞ്ഞാൽ കർശന നിയമ നടപടിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ അത് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഈ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ചില ജീപ്പ് സവാരികളടക്കം നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു കടുത്ത നിയന്ത്രണത്തിലേക്കും ഉത്തരവിലേക്കും ജില്ലാ ഭരണകൂടം എത്തിയത് എന്നുള്ളതാണ്. വളരെയധികം സൂക്ഷിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് കുളിക്കാനിറങ്ങുന്ന പുഴകളിലേക്ക് ഇറങ്ങുന്ന കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം മലവെള്ളപ്പാച്ചിലുണ്ടാകാനും വലിയ രീതിയിലുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമുള്ളത്. എന്തായിരുന്നാലും മഴയ്ക്ക് അല്പം ശമനമുണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരമായി പറയുകയാണ്. പക്ഷേ ഈ പറയപ്പെടുന്ന നിയന്ത്രണങ്ങളും നിരോധനങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്നു. അതൊന്നും തന്നെ പിൻവലിച്ചിട്ടില്ല. എന്നാൽ മഴയ്ക്ക് ശമനമുള്ളത് ആശങ്ക കുറയ്ക്കുന്നു, അല്പം ആശ്വാസം പകരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി, സന്തോഷ്. വ്യക്തമാണ് സന്ദീപ് രാജക്കാട്. ജില്ലയിൽ മഴയും കാറ്റും കനത്ത നാശമാണ് വിതച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്ദീപ് രാജക്കാട്. മഴയുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾ കൂടി നോക്കാം. വൈദ്യുതി മുടങ്ങിയിട്ട് 8 ദിവസം സ്ത്രീകളടക്കം KSEB ഓഫീസ് ഉപരോധം നടത്തി. KSEB ഉപ്പുതറ സെക്ഷൻ ഓഫീസിന്റെ കീഴിൽ ദിവസങ്ങളായി വൈദ്യുതി മുടങ്ങിയിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടിയെടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് സ്ത്രീകളടക്കം നാട്ടുകാർ KSEB ഓഫീസിലെത്തിയത്. ഹെവൻ വാലി, പച്ചക്കാട്, വള്ളക്കടവ്, കോതപ്പാറ, പാലക്കാവ്, മുത്തൻപടി പ്രദേശങ്ങളിൽ ദിവസങ്ങളായി വൈദ്യുതിയില്ല. ചപ്പാത്ത വള്ളക്കടവിൽ 8 ദിവസങ്ങളായി വൈദ്യുതി മുടങ്ങിയിട്ട്. രോഗികളും പ്രായമായവരുമടക്കം നിരവധി ആളുകളുണ്ട് ഈ പ്രദേശത്ത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി KSEB ഓഫീസിൽ അറിയിച്ചിട്ടും ധിക്കാരപരമായ മറുപടിയാണ് ലഭിക്കുന്നതെന്നും ഫോൺ എടുക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. തുടർന്ന് നാട്ടുകാർ പ്രതിഷേധമായി KSEB ഓഫീസിലേക്ക് എത്തുകയായിരുന്നു.
ഞങ്ങളുടെ ഹെലിബ്രിയ 37 ഭാഗത്ത് ഇന്ന് 8 ദിവസമായിട്ട് കറണ്ട് പോയിട്ട് അപ്പോൾ KCB വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു മരം ഒടിഞ്ഞു വീഴുന്നതോടെ ടച്ച് വെട്ടാൻ ഇവർ വരാതെ ഫീസ് ഊരി വയ്ക്കാൻ ഇവർ വന്നില്ല. അപ്പം ഞങ്ങൾ ഇവിടെ നാളെ പോയാൽ ഫീസ് ഊരി വെച്ചിട്ട് ആയിരിക്കും ടച്ചൊക്കെ വെട്ടിയത്. കഴിഞ്ഞ ഞായറാഴ്ച ആ ഭാഗങ്ങളിലുള്ള ടച്ചെല്ലാം വെട്ടി. ഇന്ന് 8 ദിവസമായിട്ട് കറണ്ട് വന്നില്ല. ക്യാൻസർ പേഷ്യൻറ്റുകാരുണ്ട്, ഡയബറ്റിക് പേഷ്യൻറ്റുകാരുണ്ട്, അവർ മരുന്നൊക്കെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ ആളുകൾ കൂടിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. അപ്രതീക്ഷിതമായ മഴയും ജീവനക്കാരുടെ കുറവും മൂലമാണ് തകരാർ പരിഹരിക്കാനാവാത്തതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. സമയബന്ധിതമായി വൈദ്യുതി പുനഃസ്ഥാപിക്കാമെന്ന KSEB പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഉറപ്പിന്മേലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിയത്. സിറ്റി വിഷൻ, ഉപ്പുതറ. ശക്തമായ കാറ്റിലും മഴയിലും കൃഷിയിറക്കിയ വാഴകളിൽ ഭൂരിഭാഗവും നിലം പതിച്ചതിന്റെ നിരാശയിലാണ് അടിമാലി 1000 ഏക്കർ സ്വദേശിയും കർഷകനുമായ വർഗീസ്. 3 ദിവസങ്ങളിലായി പെയ്ത മഴയിലാണ് വിളവെടുപ്പിന് പാകമായി വന്നിരുന്ന 500ഓളം വാഴകൾ നിലം പതിച്ചത്. ഒടിഞ്ഞു വീണ വാഴക്കുലകൾ വെട്ടി വിപണിയിലെത്തിച്ച് ഉണ്ടായ നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഈ കർഷകൻ. പ്രതീക്ഷയോടെ നട്ടുപരിപാലിച്ചു വന്നിരുന്ന അടിമാലി 1000 ഏക്കർ സ്വദേശിയും കർഷകനുമായ വർഗീസിന്റെ 500ഓളം ഏത്തവാഴകളാണ് ഞായറാഴ്ച മുതൽ പെയ്യുന്ന കനത്ത മഴയിലും കാറ്റിലും നിലം പതിച്ചത്. വാഴ നിലം പതിക്കാതിരിക്കാൻ താങ്ങ് നൽകിയിരുന്നെങ്കിലും ശക്തമായി വീശിയ കാറ്റ് വിനയായി. കൃഷിയിറക്കിയിരുന്ന വാഴകൾ പൂർണ്ണമായെന്നോണം നിലം പതിച്ചുവെന്ന് നിരാശയോടെ വർഗീസ് പറയുന്നു. മോളിലാണ് 1000 ഏക്കർ. ഇവിടെ 500 വാഴ വെച്ചതാണ്. കാറ്റടിച്ച് ഞായറാഴ്ച രാവിലെ ഒരു 100 പോയി. അത് കഴിഞ്ഞ് ഞായറാഴ്ച വൈകുന്നേരം പോയി. തിങ്കളാഴ്ച, ഇന്നലെ ചൊവ്വാഴ്ച, അങ്ങനെ 3 ദിവസമായിട്ടാണ് മൊത്തം പോയത്. കരിഭാഗം ആയണുള്ളൂ. പെടല തിരിഞ്ഞ് എല്ലാത്തിനും ഊന്നിട്ട് കെട്ടി ഊന്ന് സൈഡ് ഒടിച്ചു. കാറ്റ് കൊടും കാറ്റാണ്. വാഴക്കുലകൾ വിളവെടുപ്പിന് പതിയെ പാകമായി വരുന്നതിനിടയിലാണ് കാലവർഷം വർഗീസിന്റെ ഏത്തവാഴ കൃഷിക്ക് വലിയ ആഘാതമേൽപ്പിച്ചത്. ഇതിനോടകം വലിയൊരു തുക ഈ കർഷകൻ വാഴക്കൃഷിക്കായി ചിലവഴിച്ചു കഴിഞ്ഞു. വാഴക്കുലകൾ നിലം പതിച്ചതോടെ നഷ്ടക്കണക്ക് മാത്രമായി ബാക്കി. ഒടിഞ്ഞു വീണ വാഴക്കുലകൾ വെട്ടി വിപണിയിലെത്തിച്ച് ഉണ്ടായ നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് വർഗീസ്. ഉണ്ടായ നഷ്ടത്തിന് ധനസഹായം ലഭിച്ചില്ലെങ്കിൽ മുമ്പോട്ട് പോകുക പ്രയാസമാണെന്നും വർഗീസ് പറയുന്നു. സിറ്റി വിഷൻ, അടിമാലി. ശക്തമായ മഴയിൽ വീടുകൾക്ക് മുൻവശത്തെ മൺതിട്ട ഇടിഞ്ഞു വീണ് അപകടാവസ്ഥയിൽ. ഇരട്ടയാർ 4 സെന്റ് കോളനിയിൽ താമസിക്കുന്ന കറകയിൽ സോമൻ, സമീപവാസിയായ അനിത എന്നിവരുടെ വീടുകളാണ് അപകടാവസ്ഥയിലായത്. ഈ ഭാഗത്ത് റോഡ് കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട് വീടുകൾക്ക് മുൻവശത്തെ മണ്ണെടുത്തിരുന്നു. ഈ ഭാഗമാണ് മഴയത്ത് ഇടിഞ്ഞത്. ഇരട്ടയാർ 4 സെന്റ് കോളനിയിലാണ് വീടുകൾക്ക് മുൻവശത്തെ മൺതിട്ട ഇടിഞ്ഞ വീടുകൾ അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ ദിവസം ഇതുവഴിയുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി വീടുകളുടെ മുൻവശത്തെ മണ്ണ് എടുത്തു മാറ്റിയിരുന്നു. തുടർന്ന് വലിയ തിട്ടയായി നിലകൊള്ളുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിലാണ് തിട്ട ഇടിഞ്ഞു പോയത്. നിലവിൽ 2 വീടുകൾ അപകടാവസ്ഥയിലായി. മഴ ശക്തമായി തുടരുകയാണെങ്കിൽ കൂടുതൽ ഭാഗം ഇടിയാൻ സാധ്യത ഇവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഈ റോഡ് ഇതിലെ പണിതു, നമുക്ക് അതിനകത്തൊരു കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ റോഡ് പണിതപ്പം ഈ വീട് രണ്ടും ഭയങ്കര അപകടാവസ്ഥയിലായിരിക്കും. എന്നാണെന്ന് ചോദിച്ചാൽ മണ്ണെടുത്തപ്പം അവരത് വേണ്ടുന്ന പോലെ ചെയ്യാത്ത ഒരു സംഭവം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ റോഡിൻ്റെ അളവും കാര്യങ്ങളും ഇങ്ങനെയല്ല നിലവിൽ. റോഡ് കോൺക്രീറ്റിങ്ങിനായി മണ്ണ് മാറ്റിയ സമയത്ത് തന്നെ അപകട ഭീഷണി ചൂണ്ടിക്കാണിച്ചിരുന്നതായി ഇവർ പറഞ്ഞു. ഇത് അവഗണിച്ചതാണ് മണ്ണിടിയാൻ കാരണമെന്നും ഇവർ പറഞ്ഞു. നിലവിൽ വീടിന്റെ മുൻവശത്ത് ഇടിഞ്ഞ ഭാഗം പടുതയിട്ട് സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. സിറ്റി വിഷൻ, കട്ടപ്പന. ശക്തമായ മഴയിൽ വണ്ടിപ്പെരിയാർ വാളാടിയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ എസ്റ്റേറ്റ് വക വൻമരം ലയത്തിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണ് അപകടം. 2 ലയങ്ങൾ തകർന്നു. 2 കുടുംബങ്ങളിലുമായി ഉണ്ടായിരുന്ന 7 പേർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മഴക്കെടുതികളിൽ സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾക്ക് സർക്കാർ അടിയന്തര സഹായം നൽകണമെന്ന സ്ഥലം സന്ദർശിച്ച ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. വെളുപ്പിന് 3:30 ശക്തമായ മഴയിൽ വണ്ടിപ്പെരിയാർ വാളാടി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ എസ്റ്റേറ്റ് വക കാലപ്പഴക്കം ചെന്ന വൻമരം ലയങ്ങൾക്ക് മുകളിലേക്ക് ഒടിഞ്ഞു വീണ് ലയങ്ങൾ തകർന്ന അപകടം സംഭവിച്ചത്. അപകടത്തിൽ 2 ലയങ്ങളിൽ താമസക്കാരായ 7 പേർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ബാലമുരുകൻ, മുത്തുലക്ഷ്മി എന്നിവർ താമസിച്ചിരുന്ന ലയങ്ങളാണ് തകർന്നത്.
അപകടത്തിൽ ലയത്തിന്റെ മുറ്റത്ത് കിടന്നിരുന്ന 2 ഓട്ടോറിക്ഷകളുടെ മുകളിലേക്കും മരശിഖരങ്ങൾ പതിച്ച 2 ഓട്ടോറിക്ഷകൾ പൂർണ്ണമായും തകർന്നു. അപകടഭീതി പരത്തി നിലകൊള്ളുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന തൊഴിലാളികളുടെ വർഷങ്ങളായുള്ള പരാതി എസ്റ്റേറ്റ് മാനേജ്മെന്റ് ചെവിക്കൊണ്ടില്ല എന്നും തൊഴിലാളികൾ പറയുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സ്ഥലം സന്ദർശിച്ചു. പ്രകൃതി ദുരന്തത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര സഹായം നൽകുവാൻ സർക്കാർ തയ്യാറാവണമെന്നും MP ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷവും ശക്തമായ കാറ്റിലും മഴയിലും വൻമരം കടപുഴകി വീണ 2 ലയങ്ങൾ തകർന്ന സംഭവം ഉണ്ടായിട്ട് കൂടിയാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഈ അനാസ്ഥ തുടരുന്നതെന്നും ട്രേഡ് യൂണിയൻ നേതാക്കളും വാർഡ് മെമ്പറും പരാതി അറിയിച്ചു. ഒടിഞ്ഞു വീണ മരം ഇലക്ട്രിക് പോസ്റ്റിൽ പതിച്ച് പോസ്റ്റ് ഒരു ലയത്തിനുള്ളിലേക്കാണ് ഒടിഞ്ഞു വീണത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ലയത്തിനുള്ളിൽ കഴിഞ്ഞ ഈ കുടുംബം രക്ഷപ്പെട്ടത്. തകർന്ന ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കൊപ്പം തങ്ങളുടെ ഗൃഹോപകരണങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളും പരിഹരിക്കണമെന്നതാണ് തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പാതയോരം ഇടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട കരടിപ്പാറ ഭാഗത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നിർമ്മാണ ജോലികൾ വേഗത്തിൽ പുരോഗമിക്കുന്നു. ഇടിഞ്ഞ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ബലപ്പെടുത്തിയാൽ മാത്രമേ ഇതുവഴി ഗതാഗതം സുഗമമായി നടക്കുകയുള്ളൂ. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കരടിപ്പാറ വഴിയുള്ള യാത്രയ്ക്ക് പൂർണ്ണതോതിൽ നിയന്ത്രണമുണ്ട്. നേരിമംഗലം വനമേഖലയിലുള്ള രാത്രി യാത്രയ്ക്കും ഈ മാസം 30 വരെ നിയന്ത്രണമുണ്ട്. ഇത്തവണ മഴ കനത്ത ശേഷം ഏറ്റവും അധികം മരങ്ങൾ നിലം പതിച്ചതും മണ്ണിടിച്ചിലുണ്ടായതുമായ ഇടങ്ങളിലൊന്നാണ് ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം. കനത്ത മഴയിൽ പാതയോരം ഇടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട കരടിപ്പാറ ഭാഗത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നിർമ്മാണ ജോലികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഇടിഞ്ഞ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച മണ്ണിട്ട് നികത്തി റോഡ് ബലപ്പെടുത്തേണ്ടതായുണ്ട്. റോഡ് ഇടിഞ്ഞതോടെ ദേശീയപാതയിൽ കരടിപ്പാറ വഴിയുള്ള യാത്രയ്ക്ക് നിരോധനമുണ്ട്. ഇരുട്ടുകാനം ആനച്ചാൽ 2ാം മൈൽ വഴിയാണ് ഗതാഗതം വഴിതിരിച്ചു വിട്ടിട്ടുള്ളത്. ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായി നിലച്ചത് കല്ലാറിനും 2ാം മൈലിനും ഇടയിലുള്ള ആളുകൾക്ക് യാത്രാക്ലേശത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് പെയ്യുന്ന മഴയെ തുടർന്ന് ഇവിടുത്തെ കരടിപ്പാറയിൽ വഴി ബ്ലോക്ക് ആയതുകൊണ്ട് ഈ മേഖലയിൽ കൂടെയുള്ള വഴി ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചേക്കുമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം പോയാൽ മാത്രമാണ് വണ്ടി കയറാനൊക്കെ ആയിട്ട് സൗകര്യമുള്ളൂ. മഴക്കാലം ആരംഭിച്ചതോടെ ദേശീയപാതയിൽ നേരിമംഗലം മുതൽ മൂന്നാർ വരെ മരം വീഴ്ചയും മണ്ണിടിച്ചിലും രൂക്ഷമാണ്. നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതാണ് മണ്ണിടിച്ചിലിനും അടിക്കടിയുള്ള മരം വീഴ്ചയ്ക്കും കാരണം. സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കിയിടങ്ങളിൽ മഴയ്ക്ക് മുമ്പേ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതും ഓടയുടെ നിർമ്മാണത്തിന് പലയിടത്തും അശാസ്ത്രീയമായി മണ്ണ് നീക്കിയതും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതായി പറയപ്പെടുന്നു. മണ്ണ് നീക്കിയതോടെ രൂപം കൊണ്ട മൺതിട്ടകൾക്ക് മുകളിലുള്ള വീടുകൾ പലതും അപകടാവസ്ഥയിലാണ്. സിറ്റി വിഷൻ, അടിമാലി. വീടിന് സമീപത്ത് നിന്നിരുന്ന വലിയ ഈട്ടിമരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് 3 വർഷമായി വിവിധ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. ഒടുവിൽ മരം വീടിന് മുകളിലേക്ക് പതിച്ചു. വിഷയത്തിൽ ജില്ലാ കളക്ടർ അടക്കം ഇടപെട്ടിട്ടും മരം മുറിച്ചു മാറ്റാൻ അധികൃതർ തയ്യാറായില്ല. കാഞ്ചിയാർ സ്വരാജ് ഗോപുരം വീട്ടിൽ സിറിൽ തോമസിന്റെ വീടിന്റെ മുകളിലാണ് വലിയ ഈട്ടിമരം പതിച്ചത്. സിറിലിന്റെ വീടിന് സമീപത്ത് നിന്ന ഈട്ടിമരമാണ് ഇന്നലെ വീടിന് മുകളിലേക്ക് പതിച്ചത്. മരം വീണ സമയത്ത് ഇദ്ദേഹം ഇവിടെയുണ്ടായിരുന്നു. പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീടിന്റെ ഭിത്തികൾക്ക് വിള്ളലേറ്റിട്ടുണ്ട്. കൂടാതെ മേൽക്കൂരയ്ക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ഷീറ്റുകൾ തകർന്നു. ഇന്നലെ മരം വീണ സമയത്ത് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു. എന്നാൽ ഇവർ സ്ഥലത്തെത്തിയെങ്കിലും മരം മുറിച്ചു മാറ്റാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് മടങ്ങിയതായും ഇദ്ദേഹം പറഞ്ഞു. 3 വർഷം മുൻപ് ഇടുക്കി ജില്ലാ കളക്ടർ, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ADM എന്നിവർക്ക് രേഖാമൂലം ഇദ്ദേഹം പരാതി നൽകിയിരുന്നു. ഇതിൻ പ്രകാരം ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തെത്തി മരമുടൻ മുറിച്ചു മാറ്റാമെന്ന വാഗ്ദാനം നൽകി മടങ്ങിയതല്ലാതെ നടപടിയൊന്നും ഉണ്ടായില്ല. തുടർന്ന് വീണ്ടും പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും സ്വീകരിച്ചില്ല. ഇതിനിടെയാണ് ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ ഈട്ടിമരം കടപുഴകി വീടിന് മുകളിലേക്ക് പതിച്ചത്. എൻ്റെ പേര് സിറിൽ തോമസ്, ഗോപുരത്തിങ്കൽ സ്വരാജ്. ഞാനൊരു 3 വർഷമായിട്ട് ഈ മരത്തിൻ്റെ പുറകെ നടക്കുവാണ്. പഞ്ചായത്തിൽ കൊടുത്തു, വില്ലേജിൽ കൊടുത്തു, ലാസ്റ്റ് ADMന് കൊടുത്തു. ADM ഓർഡർ ഇട്ടായിരുന്നു. അപ്പോഴേ കഴിഞ്ഞ മാസം കളക്ടർ കൊടുത്തു. കളക്ടർ അപ്പോഴേ ഓർഡർ ഇട്ടായിരുന്നു. പക്ഷെ വന്ന് നോക്കുമ്പോൾ ആരും വരികയില്ല. പിന്നെ ഇന്നലെ യാത്രയിലും ഫയർഫോഴ്സുകാർ വന്നിട്ട് നോക്കിയിട്ട് പോയി.
വീട് മൊത്തം പോയിരിക്കുകയാണ്. നിലവിൽ ഈ വീട് അപകടാവസ്ഥയിലാണ്. മരം വീടിന് മുകളിൽ മുറിച്ചു മാറ്റാതെ മണിക്കൂറുകളായി കിടന്നതുമൂലം വീട് കൂടുതൽ അപകടാവസ്ഥയിലേക്ക് മാറിയതായി ഇദ്ദേഹം പറഞ്ഞു. വീടിന്റെ തകർന്ന ഭാഗങ്ങൾ ഇനി പുനർനിർമ്മിക്കണമെങ്കിൽ വലിയ തുക കണ്ടെത്തേണ്ടി വരും. അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ കെടുകാര്യസ്ഥതയാണ് തനിക്ക് ഈ ദുരവസ്ഥ ഉണ്ടാക്കാൻ കാരണമെന്ന് ഇദ്ദേഹം പറഞ്ഞു. സിറ്റി വിഷൻ, കട്ടപ്പന. കാലവർഷ മഴയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തരമായി സർക്കാർ ധനസഹായം നൽകണമെന്ന CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. കൃഷിനാശമുണ്ടായ ഏലം കർഷകരെ സഹായിക്കുന്നതിന് സ്പൈസസ് ബോർഡ് തയ്യാറാകണമെന്നും സലിംകുമാർ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ ഏലം കർഷകരെ പാടെ അവഗണിക്കുകയാണെന്നും സലിംകുമാർ കുറ്റപ്പെടുത്തി. ജില്ലയിൽ കാലവർഷാരംഭത്തിൽ തന്നെ വലിയ കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നത്. നിരവധി ആളുകൾക്ക് വീടുകൾ നഷ്ടമായി. ഏലം, കുരുമുളക്, കാപ്പി, കൊക്കോ, വാഴ, ജാതി അടക്കം കാർഷിക മേഖലയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കർഷകർക്ക് കാലവർഷത്തിലുണ്ടായ കൃഷിനാശം ഇരട്ടി പ്രഹരമാണ് സമ്മാനിക്കുന്നതും. ബാങ്ക് വായ്പ എടുത്തും കടം വാങ്ങിയും നടത്തിയ കൃഷി നശിച്ചതിലൂടെ കർഷകർ വലിയ കടബാധ്യതയിലുമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും കൃഷിവകുപ്പും അടിയന്തരമായി കർഷകർക്ക് ധനസഹായം നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും സലിംകുമാർ ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ ഏലം മേഖലയിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അടിയന്തരമായി സ്പൈസസ് ബോർഡ് ഏലം കൃഷിക്കാരെ സഹായിക്കുവാൻ വേണ്ടി രംഗത്തിറങ്ങണം. കൂടാതെ സംസ്ഥാന ഗവൺമെൻറ് കനത്ത മഴയിലും കാറ്റിലും ഉണ്ടായിട്ടുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള അർഹരായ മുഴുവൻ ആളുകളെയും അടിയന്തരമായി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും സ്വീകരിക്കുന്നത്. ഒപ്പം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്പൈസസ് ബോർഡ് സംസ്ഥാനത്തെ ഏലം കർഷകരോട് കടുത്ത അവഗണനയാണ് കാണിക്കുന്നത്. ഇത് അവസാനിപ്പിച്ച് ഏലം മേഖലയ്ക്കും കേന്ദ്ര സർക്കാർ അടിയന്തര സഹായം നൽകണം. കഴിഞ്ഞ വേനൽക്കാലത്ത് ഏലം കൃഷി പൂർണ്ണമായി ഉണങ്ങി നശിച്ച വലിയ പ്രതിസന്ധിയിലായ കർഷകരെ സ്പൈസസ് ബോർഡ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 113 കോടിയുടെ നാശനഷ്ടം ഏലം മേഖലയിൽ ഉണ്ടായെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്തിട്ടും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട 10 കോടി രൂപ പോലും നൽകുവാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ ഏലം മേഖലയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിച്ച കൃഷിനാശം സംഭവിച്ച ഏലം കർഷകരെ സഹായിക്കുന്നതിനും ധനസഹായം നൽകുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സലിംകുമാർ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.
വീണ്ടും വാർത്തയിലേക്ക്. ഇടുക്കി ജില്ലയെ പരിപൂർണമായി അവഗണിക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്ന് DCC വൈസ് പ്രസിഡന്റ് KS അരുൺ. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ വന്നതിനു ശേഷം 90,000 കോടി രൂപയുടെ വികസനം നടത്തിയെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. 90,000 കോടി രൂപ 14 ജില്ലകളായി ഭാഗിച്ചാൽ ഒരു ജില്ലയിൽ 6,429 കോടി രൂപയുടെ വികസന പദ്ധതികൾ പൂർത്തീകരിക്കണം. അത് ഇടുക്കി ജില്ലയിൽ സാധ്യമാക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും ഇക്കാര്യത്തിൽ CPIM ജില്ലാ സെക്രട്ടറിയും ഒപ്പം മുൻ മന്ത്രി കൂടിയായിരുന്ന MM മണി MLAയും വ്യക്തമാക്കണമെന്നും അരുൺ ആവശ്യപ്പെട്ടു. കേരളത്തിൽ പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം 90,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ 14 ജില്ലകളിലായി 90,000 കോടി രൂപ ഭാഗിക്കുമ്പോൾ ഏകദേശം 6,429 കോടി രൂപ ഈ ജില്ലയ്ക്ക്, ഇടുക്കി ജില്ലയ്ക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വികസന പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം. ഇവിടുത്തെ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം CPMൻ്റെ മുൻകാല മന്ത്രിയുമായിരുന്ന ഇപ്പോഴത്തെ MLA MM മണിയും ഇത് വ്യക്തമാക്കണമെന്ന് സൂചിപ്പിക്കുക. ഇവിടെ 90,000 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് ചോദിക്കുവാനുണ്ട്. ഏകദേശം 22ാമത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. 1957 മുതൽ 2016 വരെ ഏകദേശം 60 വർഷക്കാലം 21ഓളം മുഖ്യമന്ത്രിമാർ ഈ കേരളം ഭരിച്ചപ്പോൾ 1,75,000 കോടി രൂപയാണ് ഇവിടെ കടമായി നിന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യം പിണറായി ഗവൺമെൻറ് 9 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇന്നത്തെ ആ ഒരു 9 വർഷം കൊണ്ട് പിണറായി ഗവൺമെൻറ് വരുത്തി വെച്ച കടമെന്ന് പറയുന്നത് 2.55 ലക്ഷം കോടി രൂപയാണ്. അപ്പം 60 വർഷം കൊണ്ട് 1.75 ലക്ഷം നിൽക്കുമ്പോൾ 9 വർഷം കൊണ്ടാണ് 2.55 ലക്ഷം കോടി രൂപ കടമാക്കി വെച്ചിരിക്കുന്നത്. ഏകദേശം 6 ലക്ഷത്തോളം, അതായത് 1.75 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷം കോടിയോളം കടമായി ഇന്ന് കേരളം മാറിയിരിക്കുക. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ മോട്ടോർ വാഹന വകുപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇതുമായി ബന്ധപ്പെട്ട് ഉടുമ്പൻചോല താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിരുന്നു. സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർ, ആയമാർ എന്നിവർക്കുള്ള റോഡ് സുരക്ഷാ ക്ലാസും രാജക്കാട് NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസും കുട്ടികളുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയും തുടർ പ്രവർത്തനങ്ങളും നടത്തിവരുന്നത്. ഉടുമ്പൻചോല താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന കഴിഞ്ഞ ദിവസം NRCT SNV ഹയർ സ്കൂളിൽ നടത്തിയിരുന്നു. ഉടുമ്പൻചോല ജോയിന്റ് RT ഓഫീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത്. പരിശോധന പാസായ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് സ്റ്റിക്കർ പതിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ 120 വാഹനങ്ങൾ പരിശോധിച്ചിരുന്നു. വാഹനങ്ങളുടെ രേഖകൾ പരിശോധിച്ചതിനൊപ്പം വാഹനത്തിന്റെ എല്ലാ വിധത്തിലുമുള്ള പ്രവർത്തനക്ഷമതയും ഉദ്യോഗസ്ഥർ പരിശോധിച്ചുറപ്പുവരുത്തി. മൺസൂൺ ചെക്കപ്പ് മാത്രമല്ല, വാഹനങ്ങളുടെ കാര്യക്ഷമതയും മെക്കാനിക്കലായിട്ടും ഇലക്ട്രിക്കലായിട്ടും പിന്നെ GPS മുതലായ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഇതിൽ ചെക്ക് ചെയ്യുന്നു. മാത്രമല്ല, ഓരോ വാഹനങ്ങൾക്ക് ചെക്ക് ചെയ്തതിന് ശേഷം സ്റ്റിക്കറുകളും പതിപ്പിക്കുന്നുണ്ട്. സർക്കാർ മാനദണ്ഡപ്രകാരമുള്ളവരാണോ വാഹനം ഓടിക്കുന്നവരെന്ന പരിശോധനയും ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാർ, ആയമാർ എന്നിവർക്കുള്ള റോഡ് സുരക്ഷാ ക്ലാസും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. സിറ്റി വിഷൻ, രാജാക്കാട്. കർഷകരെ മാത്രമല്ല വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിച്ച് ഗുരുജീസ് അഗ്രോയും ഹൈറേഞ്ച് ഏലം കർഷക കൂട്ടായ്മയും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരവും ക്യാഷ് അവാർഡുകളും നൽകി ആദരിക്കുന്നതിനൊപ്പം പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കുടയും ബാഗും ഉൾപ്പെടെയുള്ള പഠന കിറ്റും ധനസഹായവും വിതരണം നടത്തി. ഗുരുജീസ് അഗ്രോയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നീർനാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കാലങ്ങളായി ഇടുക്കിയിലെ ഏലം കർഷകർക്ക് താങ്ങായി നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഗുരുജീസ് അഗ്രോയും ഹൈറേഞ്ച് ഏലം കർഷക കൂട്ടായ്മയും. കർഷകർക്ക് കൃഷി അറിവുകൾ പ്രായോഗികമായി പകർന്നു നൽകുന്നതിനൊപ്പം കർഷക കുടുംബങ്ങൾക്കും കൈത്താങ്ങാകുന്ന പ്രവർത്തനമാണ് ഗുരുജീസ് അഗ്രോയും ഹൈറേഞ്ച് ഏലം കൂട്ടായ്മയും നടത്തിവരുന്നത്.
ഇത്തവണ 2ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വിപുലമായ പരിപാടി സംഘടിപ്പിച്ചത്. ഗുരുജീസ് അഗ്രോ അങ്കണത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാൻകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിൽ 7200ഓളം കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വണ്ടമ്മയുടെ ചക്കുവെള്ളം മാത്രം പ്രദേശത്ത് നിന്നിരുന്ന ഏലം കൃഷിയെ ഈ ഇടുക്കി ജില്ലയുടെ മുഴുവൻ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ ഒരു മഹനീയ വ്യക്തിത്വമാണ് ശ്രീ ബിജു ഇ.ജി. എന്ന് നമുക്ക് അഭിമാനപുരസ്സരം പറയുവാൻ കഴിയും. പരിപാടിയിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡുകളും ഉപഹാരങ്ങളും നൽകി ആദരിച്ചു. വണ്ടൻമേട് SI വിനോദ് കുമാർ KN ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കർഷകരുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന ഗുരുജി എന്നറിയപ്പെടുന്ന ബിജു ഇ.ജിയെ കർഷകരുടെ നേതൃത്വത്തിലും ആദരിച്ചു. ഇതോടൊപ്പം സ്കൂളുകളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ കിറ്റുകളും വിതരണം നടത്തി. ബാഗ്, കുട, ബുക്ക് ഉൾപ്പെടെയുള്ള കിറ്റും ഓരോ കുട്ടിക്കും 500 രൂപ ധനസഹായവും വിതരണം നടത്തി. ചടങ്ങിൽ മികച്ച കർഷകരെയും ആദരിച്ചു. ഒപ്പം പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കർഷകർക്കും സൗജന്യമായി കുടകൾ വിതരണം നടത്തി. ഗുരുജീസ് അഗ്രോയിൽ നിന്ന് 5000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയവരുടെ പേരുകൾ നറുക്കിട്ട് 1ാം സമ്മാനമായി 125cc ആക്ടീവ സ്കൂട്ടിയും 2ാം സമ്മാനമായി 40,000 രൂപയുടെ പമ്പും 3ാം സമ്മാനമായി 25,000 രൂപയുടെ മോട്ടോർ പമ്പും വിതരണം ചെയ്തു. വിനോദ് ശങ്കരമംഗലം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷിജു ഉള്ളുരുപ്പിൽ സ്വാഗതം ആശംസിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, നൂറുകണക്കിന് ഏലം കർഷകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, വണ്ടൻമേട്. ഇടുക്കി ജില്ലാ റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം 31-ന് അടിമാലിയിൽ ലഹരി വിരുദ്ധ സെമിനാറും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും സംഘടിപ്പിക്കും. പഠനോപകരണ വിതരണോദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ നിർവഹിക്കും. വിമുക്തി കോർഡിനേറ്ററും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറുമായ KP റോയ്ച്ചൻ ലഹരി വിരുദ്ധ സെമിനാർ നയിക്കും. വർദ്ധിച്ചു വരുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇടുക്കി ജില്ലാ റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിക്കുന്നത്. അടിമാലി താജ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുക. വിമുക്തി കോർഡിനേറ്ററും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറുമായ KP റോയിച്ചൻ ലഹരി വിരുദ്ധ സെമിനാർ നയിക്കും. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും നടത്തും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ പഠനോപകരണ വിതരണ ഉദ്ഘാടനം നിർവഹിക്കും. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ ID കാർഡ് വിതരണ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 31-ാം തീയതി രാവിലെ 10 മണിക്ക് അടിമാലി താജ് റെസിഡൻസിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പഠനോപകരണ വിതരണത്തിൻ്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സണ്ണി പയ്യമ്പള്ളി നിർവഹിക്കുകയും അസോസിയേഷൻ്റെ അംഗങ്ങൾക്കുള്ള കാർഡിൻ്റെ വിതരണോദ്ഘാടനം അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സൗമ്യ അനിൽ നിർവഹിക്കും. കൂടാതെ ലഹരി വിരുദ്ധ സെമിനാർ സെമിനാർ നയിക്കുന്നത് അടിമാലിയുടെ എക്സൈസ് സബ് ഇൻസ്പെക്ടറും വിമുക്തിയുടെ കോർഡിനേറ്ററുമായ ശ്രീ KP റോയിച്ചനാണ്. ഉദ്ഘാടന ചടങ്ങിൽ സംഘടന ജില്ലാ പ്രസിഡന്റ് നവാസ് ഹൈടെക് അധ്യക്ഷത വഹിക്കും. അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം KS സിയാദ് മുഖ്യപ്രഭാഷണം നടത്തും. സംഘടനാ ജില്ലാ ജനറൽ സെക്രട്ടറി KK രാജൻ, അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബാബു P കുര്യാക്കോസ്, CD ഷാജി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി, ബോണി ബോസ്, അരുൺ വല്ലനാട്ട്, MM നൈസ, KR രജനീഷ്, PK ആസാദ്, JBM അൻസാർ തുടങ്ങിയവർ സംസാരിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സിറ്റി വിഷൻ, അടിമാലി. അനുസ്മരണ സമ്മേളനവും മണ്ഡലം പ്രസിഡന്റ് സ്ഥാനാരോഹണവും നടന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജു വട്ടമറ്റം ചുമതലയേൽക്കുകയും KK മാത്യു അനുസ്മരണ സമ്മേളനവും നടന്നു. ശാന്തൻപാറ ഇന്ദിരാഭവനിൽ നടന്ന സ്ഥാനാരോഹണവും അനുസ്മരണ സമ്മേളനവും മുൻ DCC പ്രസിഡന്റ് റോയ് K പൗലോസ് ഉദ്ഘാടനം ചെയ്തു.
വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നേതൃത്വ നിരയിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. മണ്ഡലം കമ്മിറ്റികളുടെയും വാർഡ് തല കമ്മിറ്റികളുടെയും നിയോജക മണ്ഡലം കമ്മിറ്റികളുടെയും കർഷക സംഘടനകളുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വ നിരയിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ഇതിന്റെ ഭാഗമായി ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വ നിരയിൽ നിന്നും ഒഴിവായ ആർ വരദരാജിന് പകരം ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വന്നിരുന്ന ബിജു വട്ടമറ്റം ചുമതലയേറ്റു. ശാന്തൻപാറ ഇന്ദിരഭവനിൽ നടന്ന ചടങ്ങിൽ മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ് സ്ഥാനാരോഹണ യോഗവും INTUC നേതാവായിരുന്ന KK മാത്യു അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മഹാരാജ്യത്തെ സൂര്യസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും ഈ രാജ്യത്തെ ലോകരാജ്യങ്ങളോടൊപ്പം തലയുയർത്തി നിൽക്കുന്ന തലത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനം ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ നമ്മുടെ സ്മരണകളിൽ നിൽക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ഘടകത്തെ നയിക്കുവാനുള്ള ശാന്തൻപാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും ഉന്നത വിജയം നേടിയ ഗൗരി ജയപാലിനെ ആദരിച്ചു. യോഗത്തിൽ ആർ വരദരാജൻ, INTUC ജില്ലാ പ്രസിഡന്റ് രാജ മാട്ടുകാരൻ, DCC വൈസ് പ്രസിഡന്റ് KS അരുൺ, S വനരാജ്, ജോഷി കന്യാകുഴി, TP തോമസ്, വിവിധ കമ്മിറ്റി ഭാരവാഹികൾ, പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, പൂപ്പാറ. പൊതുസമൂഹത്തിലുണ്ടാകുന്ന ഏത് ചലനവും ആദ്യം ബാധിക്കുന്നത് വ്യാപാരി സമൂഹത്തെയാണെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി. കാർഷിക മേഖലയിലുണ്ടായ നാശനഷ്ടവും വ്യാപാര മേഖലയെ സാരമായി ബാധിക്കും. മഴ ശക്തമാകുമ്പോൾ വിനോദസഞ്ചാര മേഖലയിലേക്ക് ആളുകൾ എത്താത്തതും വ്യാപാര മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പെരുമഴ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് വലിയ പ്രതിസന്ധി നേരിടുന്ന വ്യാപാര മേഖലയെയാണ്. ഈ സാഹചര്യത്തിൽ വ്യാപാരികൾക്ക് പലിശരഹിത വായ്പകൾ അനുവദിക്കണമെന്നും സണ്ണി പൈമ്പള്ളി ആവശ്യപ്പെട്ടു. കാർഷിക മേഖലയിലായാലും ഏത് മേഖലയിലായാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വ്യാപാര മേഖലയാണ്. കാരണം ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഈ പെരിയ മഴ കാരണം വിദേശ അല്ലെങ്കിൽ സ്വദേശ ടൂറിസ്റ്റുകൾക്ക് പോലും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ പോലും എത്തിപ്പെടാൻ കഴിയുന്നില്ല. അതിനോടൊപ്പം കൂരിന്മേൽ കുരു പോലെ ജില്ലാ കളക്ടർ ഒരു ചെറിയ മഴ പെയ്താൽ അല്ലെങ്കിൽ നല്ല മഴ പെയ്താലും അപ്പോഴേ പറയും രാത്രികാല ഗതാഗതം നിരോധിച്ചിരിക്കുന്നു, ഹൈറേഞ്ചിലേക്ക് ആളുകൾ വരുന്നത് സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള ഒരു പേടിപ്പെടുത്തുന്ന വാർത്ത പുറത്തേക്ക് പോകുന്നത് തന്നെ വ്യാപാര മേഖലയ്ക്ക് ക്ഷീണമാണ്. കാരണം ആര് ടൂറിസ്റ്റുകൾ വരും? ഇവിടെ വലിയ അപകടകരമായ സിറ്റുവേഷനാണ് എന്ന് പറയുമ്പോൾ ആരും വരത്തില്ല. ഇനി അഥവാ ആരെങ്കിലും വന്നാൽ രാത്രികാലത്ത് അവർക്ക് തിരിച്ചു പോകുന്നതിനുള്ള സാഹചര്യം പോലും ഇല്ലാതെ വരുമ്പോൾ അവർക്ക് വലിയ ഭാരിച്ച ചെലവ് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ പെരുമഴ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് വ്യാപാര മേഖലയാണ്. പൊതുവെ വ്യാപാര മേഖല വലിയ മാന്ദ്യത്തിലായിരുന്നു. അഖില കേരള വിശ്വകർമ്മ സഭയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കെ അന്തരിച്ച അഡ്വക്കേറ്റ് PR ദേവദാസിന്റെ 1ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി 41ാം നമ്പർ വിശ്വകർമ്മ സഭ രാജക്കാട് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും പ്രാർത്ഥനയും നടത്തി. രാജക്കാട് യൂണിയൻ ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി അനൂപ് രവീന്ദ്രൻ, ബോർഡ് മെമ്പർമാരായ NB തങ്കപ്പൻ, KG ജയദേവൻ, മഹിളാ സമാജം പ്രസിഡന്റ് സുമാരംഗൻ, ഭാരവാഹികളായ മോഹനൻ വെള്ളറയിൽ, അനു നാരായണൻ, MK സന്തോഷ്, PS മോഹനൻ, AG അജികുമാർ, VG ചന്ദ്രൻ, TA അനന്തു, സജീവ് കുട്ടപ്പൻ എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ മഴ ശക്തം. ഗ്യാപ് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. നിരോധന ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന ജില്ലാ ഭരണകൂടം. ജില്ലയിൽ 112 വീടുകൾ തകർന്നു. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തരമായി സർക്കാർ ധനസഹായം നൽകണമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K സലിംകുമാർ. ഏലം കർഷകരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാരും തയ്യാറാകണം.
പരാതി നൽകിയിട്ടും കൂറ്റൻ ഈട്ടിമരം വെട്ടിമാറ്റിയില്ല. കാറ്റിൽ മരം വീണ് വീട് തകർന്നത് കാഞ്ചിയാർ സ്വരാജ് ഗോപുരം സിറിൽ തോമസിന്റെ വീട്. അപകടത്തിന് കാരണം അധികൃതരുടെ അവഗണനയെന്ന പരാതി. സർക്കാരിനെതിരെ വിമർശനവുമായി കോൺഗ്രസ്. ഇടുക്കി ജില്ലയെ സർക്കാർ പരിപൂർണമായി അവഗണിക്കുന്നുവെന്ന DCC വൈസ് പ്രസിഡന്റ് KS അരുൺ. ഇടുക്കി പാക്കേജ് എന്ത് ചെയ്തുവെന്നും KS അരുൺ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.